Good morning, everyone. Thanks for making it here. I have taken charge at the Director General Police of Kerala. I am thankful to the Honorable Chief Minister and Government of Kerala for having given me this opportunity to serve the people of Kerala. As you all know, Kerala Police is a very professional police force which has been doing a wonderful job, and my predecessors and my colleagues have been doing a great job here. We would like to continue the same trend. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും, അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിൽ കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ ആൻറ്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിനെ ശക്തത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do maintain the communal harmony in the society. Yeah. Secondly, the cyber crimes is one area where which is being impacting almost all the sections of society. അതിനെ കൂടെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കും. അതിൽ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി എടുത്തിട്ട് സൈബർ ക്രൈമിലെ ഉള്ള അവരുടെ ആളുകളിനെ ശക്തമായിട്ട് നേരിടണം. അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. Finally, the behavioral toward the public, as you are all aware, Kerala Police is generally known to be a very cordial and well-mannered police force. We will try and improve further our soft skills and see that we do the best service to the public, mainly the common man. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും താഴെക്കെട്ടുള്ള ആളുകൾക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയും അവർക്ക് നീതി കിട്ടാനുള്ള ഒരു ഭാഗം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവും. There are a few things which I would like to add from at the outset. Yeah, there's something, sir. ഇത് വളരെ ഹാപ്പി ആയിട്ട് മൂമെൻ്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ജോബാണ്. ഇതിൽ എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടും പിന്നെ ജനങ്ങളുടെ സഹായത്തോടും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഉറപ്പുണ്ട്. As on today, these are the main challenges, definitely. ബാക്കിയുള്ളതെല്ലാം പോലീസിംഗ് ഈസ് എ വെരി ഡൈനമിക് ജോബാണ്. അതോടൊപ്പം അത് ഒരെണ്ണ പ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. അതിലെ നമ്മൾ ഒരെണ്ണ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഫാമിലി പാർട്ടിസിപ്പേഷനും ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. മനസ്സിലായിരുന്നു. അല്ല, അത് നമ്മളൊക്കെ ആക്ച്വലി അൺഡൗട്ടഡ്ലി ഡ്രഗ്സ് ആയിട്ടുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് വിൽ ഗോ ഹെഡ് വിത്ത് ജസ്റ്റ് ചാർജ്
അതിനെ മുന്നോട്ട് പോകുന്നത്. പോകുമ്പോഴുള്ള അവസ്ഥ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ടെററിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് എന്നെ കോടതിയിൽ കൊടുത്തതിലൊക്കെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഐ ബിയിൽ ഇന്ന ആളാണ്. കേരളത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ പൊതുവെ ഇന്ന് ഈ കേരളത്തിലല്ല, പൊതുവെ ഡ്രഗ്സിന്റെ പ്രഭാവം നമുക്ക് ദേശമൊത്തും കാണുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിന്റെ എഫക്റ്റ് we could see most of the sections have been affected. Schools, colleges, യുവാക്കളും പിന്നെ മറ്റേ അന്യ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബീങ് എഫക്റ്റഡ്. തീർച്ചയായും നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക്. സർ, ഈ പോലീസ് ഭയങ്കര സൗഹാർദ്ദപരമായി പെരുമാറുന്നു എന്ന് പറയുമ്പോഴും ചില മേഖലകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ വാർത്തയായിരിക്കും വരികയും ചെയ്യുന്ന സാഹചര്യം. അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ. ഒരെണ്ണം നമ്മൾ പരിശീലനം, സെക്ഷനെ കൂട്ടുക. പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ അതിനെ തക്കതായ നടപടി എടുക്കുക. രണ്ടും ചെയ്യണമെന്ന്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. സ്ത്രീകൾക്കെതിരായ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം DGP റവാഡ ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരിലായിരിക്കും.